ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ബീഡ്സൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇലാസ്റ്റിക് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഇലാസ്റ്റിക് നമ്മൾ ചെറിയ ബീഡ്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ ബീഡ്സ് വെച്ചിട്ട് വരെ നമുക്ക് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട്. പക്ഷേ ഈ ഒരു ഇലാസ്റ്റിക് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചത് കാരണം ഞാനത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന സമയത്ത് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. അപ്പം വേറൊരു ഇലാസ്റ്റിക്കും നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ഇലാസ്റ്റിക്കും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 രൂപ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ നമുക്കിത് കിട്ടും. അപ്പം ഇനിയിപ്പം അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇലാസ്റ്റിക്കാണ് ഇത് നമുക്ക് നമ്മൾ തയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ക്ലോത്തിലൊക്കെ നമുക്ക് തയ്ക്കലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നൂലിന് പകരമൊക്കെ ഇതിട്ട് കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇത് നമുക്ക് സാധാരണ എല്ലായിടത്തും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വലിയ ബീഡ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ബീഡ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോർത്തിട്ട് കെട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് കാലം എടുത്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് നൂലൊക്കെ ചുറ്റി വരുന്നതാണ് ഇലാസ്റ്റിക്കിൻ്റെ പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇതുപോലെ നമ്മളൊന്ന് ബീഡ്സ് ഇട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഹാങ്ങിങ് ആയിട്ട് ചെറിയൊരു ബീഡ് കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് നമ്മുടെ പേരിൻ്റെ ലെറ്റേഴ്സൊക്കെ പെൻഡൻറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് പെൻഡൻറ്റ് ഷോപ്പിൽ നിന്നിട്ട് പെൻഡൻറ്റിനുള്ള ലെറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതും നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ബ്രേസ്ലെറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ബാൻഡ് മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. ബീഡ്സ് പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള മാലകളിൽ നിന്നൊക്കെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താങ്ക്